KSFയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിസിനസ് പ്രൊമോട്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി ഡോക്ടർ KN ബാലഗോപാലാണ് നിയമന ഉത്തരവ് കൈമാറിയത്. ആദ്യ ബാച്ചിൽ 340 പേരെയാണ് KSF ബിസിനസ് പ്രൊമോട്ടേഴ്സായി നിയമിച്ചത്. 16 റീജിയണൽ ഓഫീസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ധനമന്ത്രി KN ബാലഗോപാൽ നിയമന ഉത്തരവ് കൈമാറി. കേരള ജനതയ്ക്കാവശ്യമായ സാമ്പത്തിക ഉത്പന്നങ്ങളെ അവരുടെ പടിവാതിൽക്കൽ എത്തിക്കുന്ന തരത്തിൽ വിപണന സേവന രംഗത്ത് പുതിയ അധ്യായമാണ് KSF ഇതുവഴി എഴുതി ചേർക്കുന്നത്. സർക്കാർ ഗ്യാരണ്ടിയാണ് KSFയുടെ മുഖമുദ്രയെന്നും KSFയുടെ ബിസിനസ് വിപുലീകരണം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് സാമ്പത്തിക ഉത്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും മാർക്കറ്റ് ചെയ്യുന്നതിനുമാണ് ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ആളുകൾക്ക് വ്യക്തികൾക്ക് തന്നെ വേറെ ആവശ്യങ്ങൾക്കാണല്ലോ ചുറ്റി പിടിക്കുക, ചുറ്റിയിൽ നിന്ന് ലോൺ എടുക്കുക തുടങ്ങി അങ്ങനെയുള്ള ആവശ്യങ്ങൾ പോകുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ എക്കണോമിയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന നിലയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നമ്മുടെ ബിസിനസ് ഭാഷ പറഞ്ഞാൽ വിൻ വിൻ സിറ്റുവേഷൻ KSFയ്ക്കും ഗുണമുണ്ടാകും, ഈ ബിസിനസ് പ്രൊമോട്ടർമാർക്കും ഏജന്റുമാർക്കും ഒക്കെ ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് ഇതിനെ കൂടുതൽ കൊണ്ടുവരാനും ഒരു ടാർഗറ്റ് അടുത്തൊരു 5 വർഷം കൊണ്ട് ഇപ്പോൾ 1 ലക്ഷം കോടിയിലേക്കാണ്, അടുത്ത 2 വർഷം കൊണ്ട് 1 ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ ബിസിനസ് മാറ്റാൻ കഴിയും. അത് കഴിഞ്ഞൊരു 5 വർഷം കഴിയുമ്പോഴേക്കെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്രയും വലിയ ബിസിനസ് നടത്താൻ പറ്റുന്ന മേഖലയാണ്. വിശ്വാസ്യത ഉറച്ച് ആ വിശ്വാസത കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ KSFയ്ക്ക് അത് എത്താൻ പറ്റും. അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ KSF കുടുംബത്തിലേക്ക് വന്ന ബിസിനസ് പ്രൊമോട്ടർമാർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ വെച്ച് ബിസിനസ് പ്രൊമോട്ടേഴ്സ് മൊബൈൽ ആപ്പും മന്ത്രി പുറത്തിറക്കി. KSF ചെയർമാൻ K വരദരാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. KSF MD ഡോക്ടർ സനിൽ SK, എറണാകുളം റൂറൽ റീജിയണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ റീന ജോസഫ്, എറണാകുളം അർബൻ റീജിയണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഭദ്രകുമാരി എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.